My dear boys, welcome back. We have seen that political science is a social science. Second, we have seen that a political awareness is important for every citizen because political decisions influence us every day. Therefore, a good citizen should know the answers of the political questions. And he should be aware of a government, how a government really operates, and be aware of the results and policies of the government. And also he should know the performance of his representatives and their stand on government policies, so that how do these policies affect each and every individual in that particular constituency. And these are some of, and also, so politics is an important and integral part of the society. We have seen no society can effectively survive without political organization and collective decision making. Collective decision making and political organization is an important and integral part of every society. So we have seen that all different institutions like family, tribes, clubs, schools, or whatever be that, which are engaged in which are emerged to increase the welfare of the people. They are there, and these institutions are helping the needs and aspirations of the people, of which government is the best and the most important, one of the most important institutions in the society. Now, what is a government? Today we are going to discuss what is meant by a government and what does the government do, what does the government constitute. Now, government is, we know in every politically organized society, there should be an authority to regulate the external affairs of the people. To regulate means control the external affairs. See, the internal and intrinsic affairs, that is left to himself. But in order to control or regulate the external affairs of the people, that is his relation with the other citizens in the society. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാളുമായിട്ട് എൻ്റെ ബന്ധം എങ്ങനെയാണ്, ശത്രുതയും അതുപോലെ മറ്റ് അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ലോസ് ഷുഡ് ബി ദെയർ ടു കൺട്രോൾ ദി സിറ്റിസൺസ്. അപ്പോൾ ഒരു രാജ്യത്ത് ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് അവരുടെ ബാഹ്യപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഒരു സംവിധാനം ആവശ്യമാണ്. ഈ ദിസ് അതോറിറ്റി ഈസ് കോൾഡ് ഗവൺമെൻറ്. ഈ സംവിധാനത്തെ ജനങ്ങളുടെ ബാഹ്യമായ ബന്ധങ്ങളെയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏതൊരു സമൂഹത്തിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ആവിർഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു അങ്ങനെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് ഗവൺമെൻറ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാപനത്തെ, വ്യവസ്ഥിതിയെ ആണ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഏജൻസി ഓഫ് ദി സ്റ്റേറ്റ് through which the will of the state is expressed in the form of laws. It is an agency of the state. ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു ഏജൻസിയാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് എന്താണ്, ഗവൺമെൻറ് എന്താണെന്ന് വേർതിരിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ത്രൂ വിച്ച് ഇറ്റ് ഈസ് എൻ ഏജൻസി ഓഫ് ദി സ്റ്റേറ്റ് ത്രൂ വിച്ച് ദി വിൽ ഓഫ് ദി സ്റ്റേറ്റിൻ്റെ വില്ല് എന്താണോ, സ്റ്റേറ്റിൻ്റെ ആഗ്രഹം എന്താണോ, സ്റ്റേറ്റിൻ്റെ പ്രവർത്തന രീതി എന്താണോ, അത് നിയമങ്ങൾ വഴി വ്യക്തമാക്കുന്ന ഒരു ഏജൻസിയാണ്. ഒരു രാജ്യത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ പ്രവർത്തന രീതി എന്താണ്, അത് നിയമങ്ങളിലൂടെ വ്യക്തമാക്കുന്ന ഒരു ഏജൻസിയെ ഗവൺമെൻറ് എന്ന് വിളിക്കും. ഇനിയും ഈ ഗവൺമെൻറ് ഈസ് എ ബോഡി ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ പെർഫോമിങ് ദി ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മൾ ഈ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ, ഗവൺമെൻറ് എന്ന് പറയുന്നത് റൂളിംഗ് അതോറിറ്റിയാണ് എന്നുള്ളത് വരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ അത് മന്ത്രിസഭ, പ്രധാനമന്ത്രി, മന്ത്രിസഭ ഇത് മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ഇറ്റ് ഈസ് എ ബോഡി ഓഫ് ദി പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ
ഗവൺമെൻറ് തലത്തിൽ അങ്ങേ അറ്റം മുതൽ മേലേ തട്ട് മുതൽ താഴേക്കിടെ വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദവും ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഗവൺമെൻറ്റിന് നമ്മൾ പിന്നീട് പഠിക്കും 3 ഘടകങ്ങളുണ്ട്. 3 ഓർഗൻസ് ഫോർ ദി ഗവൺമെൻറ്. ദേ ആർ 1 ദി ലെജിസ്ലേച്ചർ, 2 ദി എക്സിക്യൂട്ടീവ് ആൻഡ് 3 ദി ജുഡീഷ്യറി. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഗവൺമെൻറ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി മുതൽ താഴേക്കിടയിൽ പിയൂൺ വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദവും അതിനകത്തുണ്ട്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ നമ്മൾ 4 പ്രത്യേക രീതിയിൽ അങ്ങോട്ട് പറയുകയാണ്. It is and the authority to regulate the external affairs of the people. 1. Government is the authority to regulate the external affairs of the people. 2nd, it is the agency of the state through which the will of the state is expressed through laws. Laws means നിയമങ്ങൾ, LAWS, laws. നിയമങ്ങൾ മുഖേന ഈ രാജ്യത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ വിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രവർത്തനം അതെന്താണോ അത് നിയമങ്ങളിലൂടെ വ്യക്തമാക്കുന്ന ഒരു ഏജൻസിയാണ്. ഗവൺമെൻറ് ഈസ് എ ബോഡി ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ പെർഫോമിംഗ് ദി ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ എന്താണ് കർത്തവ്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നിറവേറ്റുന്ന ഒരു ബോഡി ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം, ഇൻക്ലൂഡിങ് ദി മിനിസ്റ്റേഴ്സ്. ആൻഡ് 4th, ഗവൺമെൻറ് ഈസ് എ റൂളിംഗ് അതോറിറ്റി. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഗവൺമെൻറ് ഡ്യൂട്ടി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി? വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് ദി ഗവൺമെൻറ്? 5 പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ ഞാനിവിടെ പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കണം. To protect the sovereignty and integrity of the state. Sovereignty and integrity. രാജ്യത്തിൻ്റെ അഖണ്ഡത, രാജ്യത്തിൻ്റെ അതിനുള്ള സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ അതിനുള്ള പരമാധികാരവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ സുരക്ഷിതമായിട്ട് പരിപാലിക്കുക. 2, to maintain law and order. That is with regard to the internal affairs. 1 എക്സ്റ്റേണലാണ്, അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും കാത്തു സൂക്ഷിക്കുക, മറ്റാരും അതിൽ കൈകടത്താതിരിക്കുക. 2, ഇന്റേണൽ, there should not be any violence in this society so that the people can live peacefully. ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കുവാൻ തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ. ഇനി പ്രൊട്ടക്റ്റ് സിറ്റിസൺസ് ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ. പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിച്ചാൽ ജനങ്ങളെ സംരക്ഷിക്കണം. ദാറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെൻറ്. ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക. 4ാമത്തത് അഡ്ജുഡിക്കേറ്റ് ഡിസ്പ്യൂട്ട്സ് എമംഗ് സിറ്റിസൺസ്. ഇനിയും ഒരു രാജ്യത്തിനകത്ത് ആളുകൾ തമ്മിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ അസ്വാരസ്യമോ ഉണ്ടാവാം. അതിനെ അഡ്ജുഡിക്കേറ്റ് ചെയ്യണം. അഡ്ജുഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് ഒരു തീരുമാനമെടുക്കണം. അഡ്ജുഡിക്കേറ്റ്, അതിന് ഉചിതമായ നീതിപൂർവകമായ ഒരു തീരുമാനം എടുക്കുന്ന രീതിയാണ് അഡ്ജുഡിക്കേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ടു സെക്യൂർ ഓൾ റൗണ്ട് പ്രോഗ്രസ് ഓഫ് ദി സൊസൈറ്റി, ദാറ്റ് ഈസ് ഇൻക്രീസിങ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ഓർ ഇൻ അതർ വേർഡ്സ് ടു അച്ചീവ് ഡെവലപ്മെൻറ്റ് ഇൻ ദി സൊസൈറ്റി. രാജ്യത്ത് പുരോഗതി ഉണ്ടാകണം. വെറുതെ കിട്ടിയ രീതിയിൽ, ഉദാഹരണം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനേക്കാൾ എത്രയോ അധികം വികസിച്ചിരിക്കുന്നു. അപ്പോൾ വികസനവും രാജ്യത്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ട വികസനം സാധിച്ചെടുക്കുക എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഗവൺമെൻറ് ഉത്തരവാദിത്വം നമ്മൾ 5 പറഞ്ഞു. 1, ടു പ്രൊട്ടക്റ്റ് ദി സോവർണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി പീപ്പിൾ, രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും കാത്തു സൂക്ഷിക്കുക. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, രാജ്യത്ത് അരാജകത്വം ഉണ്ടാകാതിരിക്കുക, നിയമങ്ങൾ നടപ്പിലാക്കുക. പിന്നെ പ്രൊട്ടക്റ്റ് ദി സിറ്റിസൺസ് ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ, മറ്റ് രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുക. അഡ്ജുഡിക്കേറ്റ് ദി ഡിസ്പ്യൂട്ട്സ് എമംഗ് ദി സിറ്റിസൺസ്. ഡിസ്പ്യൂട്ട്സ് അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതകൾ എന്തെങ്കിലും ഈ ആളുകൾ തമ്മിൽ, ഒരു സിറ്റിസൺസ് തമ്മിലുണ്ടായാൽ അതിന് ഉചിതമായ നീതിപൂർവകമായ തീരുമാനമെടുക്കുക. സെക്യൂർ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി ഓർ ഇൻക്രീസിങ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം.
ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യം എന്ന് പറയുന്നത്, അത് നിലനിൽക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പേരിലാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനെ ഇങ്ങനെ വ്യക്തമാക്കാം, ഒരു സ്റ്റേറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് വൈൽ ഗവൺമെൻറ് ഈസ് ഇറ്റ്സ് കോൺക്രീറ്റ് ഫോം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലൊരു ഗവൺമെൻറ് ഇല്ലെന്നിരിക്കട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമുണ്ടെങ്കിൽ അവിടെ ഒരു തീരുമാനവും ഉണ്ടായില്ല. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, പക്ഷേ ഗവൺമെൻറ് തീരുമാനമെടുക്കാൻ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടോറിയൽ ഏരിയയ്ക്ക് പ്രസക്തിയില്ല. അത് പ്രസക്തമാവുന്നത് അതിനുവേണ്ടി തീരുമാനമെടുക്കാൻ ഒരു ഗവൺമെൻറ് ഉള്ളപ്പോഴാണ്. അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് അറിയപ്പെടുന്നത് അതിലിപ്പോൾ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പേരിലാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കോൺക്രീറ്റ് ആയിട്ടുള്ളപ്പോൾ, പ്രവർത്തന നിരതമായപ്പോൾ. മറ്റത് പ്രവർത്തനരഹിതമാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനരഹിതമായ ഒരു ടെറിട്ടോറിയൽ ബൗണ്ടറിയിൽക്കകത്ത് ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ്റാണ് സ്റ്റേറ്റിനെ പ്രവർത്തന നിരതമാക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രവർത്തന നിരതമല്ല, പ്രവർത്തനരഹിതമായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കുകയാണ്. സ്റ്റേറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് വൈൽ ഗവൺമെൻറ് ഇറ്റ്സ് എ കോൺക്രീറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. വൈൽ ഗവൺമെൻറ് ഈസ് എ കോൺക്രീറ്റ് കൺസെപ്റ്റ്, സ്റ്റേറ്റ് ഈസ് എ കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് മനസ്സിലാക്കുക. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റാണ് സ്റ്റേറ്റ്. കാരണം ഗവൺമെൻറ് ഇല്ലാതെ സ്റ്റേറ്റിന് ഒരു സ്വയം നിലനിൽപ്പെന്ന് പറയുന്നത് ആ ഭൂവിഭാഗം മാത്രം കാണുമെന്നേ ഉള്ളൂ. പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല, നിയമങ്ങളുണ്ടാക്കില്ല, ജനങ്ങൾക്ക് സംരക്ഷണം കിട്ടില്ല, അതുപോലെ തന്നെ വികസനം ഉണ്ടാവില്ല, മറ്റ് കാര്യങ്ങളിലൊന്നും തീരുമാനമെടുക്കാൻ അപ്പോൾ സാധിക്കില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രവർത്തന നിരതമാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഗവൺമെൻറ് എല്ലാം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇറ്റ് ഈസ് ഡൂയിങ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്. ഗവൺമെൻറ് ഏതെങ്കിലും ഒരു തീരുമാനം, ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുന്നത് പറഞ്ഞാൽ, ഇന്ത്യ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുന്നത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്. ഇന്ത്യക്ക് വേണ്ടിയാണ് അതെടുക്കുന്നത്. ഇന്ത്യ ഒരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗവൺമെൻറ് തീരുമാനമെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് ഓൾ ഡിസിഷൻസ് ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്. ഇനിയും മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് സർട്ടൺ റിലേഷൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ഉദാഹരണമായിട്ട് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതും ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ബന്ധം, സ്റ്റേറ്റും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരിക, അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഹൗ ദി ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ് ആൻഡ് ഹൗ ദേ ഫങ്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫോക്കൽ പോയിൻ്റ് ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഈ ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനമാണ് വാസ്തവത്തിൽ സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സ്റ്റേറ്റിന് പ്രവർത്തിക്കാനാവുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തോടുകൂടി മാത്രമേ പറ്റൂ. അതിനാൽ ഹൗ എ ഗവൺമെൻറ് ഈസ് ഫോംഡ്, വാട്ട് ഈസ് ദി ഫോം ഓഫ് ഗവൺമെൻറ് ആൻഡ് വാട്ട് അബൌട്ട് ദി പെർഫോമൻസ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്, പ്രവർത്തനത്തിൻ്റെ നന്മ എങ്ങനെയുണ്ട്, അതിൻ്റെ തിന്മ പോരായ്മ എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം പൊളിറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട പഠന വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ഗവൺമെൻറ് ഈ തീരുമാനങ്ങൾ കൊണ്ട് മാത്രമല്ല, അവിടെ ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ മാത്രമല്ല. ദർ ആർ സർട്ടൻ ഇക്കണോമിക് പോളിസീസ്. ദി പോളിസീസ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഈസ് ഇൻഫ്ലുവൻസിങ് ദി പീപ്പിൾ. ഒന്ന് ഇക്കണോമിക് പോളിസി, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പോളിസി, എഡ്യൂക്കേഷണൽ പോളിസി, എംപ്ലോയ്മെൻറ്റ് പോളിസി. അങ്ങനെ ഗവൺമെൻറ്റിന് ഒരുപാട് നയങ്ങളുണ്ട്. പോളിസി മീൻസ് നയം. അപ്പോൾ അതിന് ഇക്കണോമിക് പോളിസി സാമ്പത്തിക നയങ്ങൾ, എഡ്യൂക്കേഷൻ പോളിസി വിദ്യാഭ്യാസ നയം, തൊഴിൽ നയം, അതുപോലെ തന്നെ വിദേശ നയം, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽപ്പെട്ടതാണ്. അവ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ജനങ്ങളുടെ ക്ഷേമത്തെ അത് ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദി ലൈഫ്സ് ആൻഡ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ ഗവൺമെൻറ് ഈസ് an ineffective government. It is taking wrong decisions, and then what will happen? It will endanger people's life. ഇപ്പോൾ ഒരു യുദ്ധത്തിന് പെട്ടെന്ന് തീരുമാനമെടുക്കുക. നമ്മൾ ഇന്ത്യ മഹാരാജ്യം തന്നെ, ഇന്ത്യയിൽ ഒരു യുദ്ധം പെട്ടെന്നുണ്ടാവുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ
പിടിപ്പുകേട് കൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് മരിക്കും, ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ട്, മനുഷ്യരുടെ ക്ഷേമത്തിന് അത് ഒത്തിരിയേറെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് റോങ് ഡിസിഷൻസ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഓർ ഇൻഇഫക്റ്റീവ് ഡിസിഷൻസ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇസ് അഫക്റ്റിംഗ് ദി ലൈവ്സ് ആൻഡ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ഇനിയും സപ്പോസ് എ ഗവൺമെൻറ് ഈസ് കറപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ അഴിമതിയുള്ള ഒരു ഗവൺമെൻറ്റാണ്. ദാറ്റ് ഓൾസോ ഈസ് നോട്ട് ഗുഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി. A corrupt government means that will endanger the lives and welfare of the people. Suppose if the government fails to tackle violence in the society. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു യുദ്ധമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ ഭയങ്കര ഒരു വയലൻസ് നടക്കുകയാണ്. ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറയുന്ന മനുഷ്യനെ പോലീസുകാരന് കഴുത്തിൽ കാല് വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ ഒരുപാട് പേര് അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ എന്ത് പറ്റും? ഗവൺമെൻറ് ആ വയലൻസിന് ഉചിതമായ തീരുമാനങ്ങളിലൂടെ പെട്ടെന്ന് അവിടെ ഒരുപാട് കടകൾ കൊള്ളിവയ്പ്പിനും വിധേയമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കടകളൊക്കെ ചിലപ്പോൾ അടച്ചു പോകും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമായി പോകും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുമ്പോൾ അതും ഗവൺമെൻറ്റിന് ഇഫ് ഇറ്റ് ഈസ് ഇൻഇഫക്റ്റീവ് ടു ടാക്കിൾ മീൻസ് കൺട്രോൾ ദി പ്രോബ്ലം ഓർ ദി വയലൻസ്, internal violence, then also the government decision will affect the lives and the welfare of the people. But suppose the government is very prudent എന്ന് പറഞ്ഞാൽ is wise, നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നിരിക്കട്ടെ, ആൻഡ് ദി പോളിസീസ് ഓഫ് ലിറ്ററസി, എംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ പോളിസീസ് ദാറ്റ് വിൽ എൻഹാൻസ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ഇറ്റ് വിൽ ബെനഫിറ്റ് എ ലാർജ് നമ്പർ, മില്യൺസ് ഓഫ് പീപ്പിൾ. നമുക്കറിയാം ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണുള്ളത്, കോടിക്കണക്കിന് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഒരു വിദ്യാഭ്യാസ നയം വന്നാൽ അതിനകത്തുനിന്ന് പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഗവൺമെൻറ് ഡിസിഷൻ റിഗാർഡിങ് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, എക്സ്റ്റേണൽ പോളിസീസ് ഓർ എനി അതർ പോളിസി ദാറ്റ് വിൽ, if it is prudent government, that will really affect, that will really enhance the benefits and the welfare of the people. ഇനിയും അതുകൊണ്ട് ഈ ഗവൺമെൻറ് ആക്ഷൻസ്, വി ക്യാൻ സീ ദാറ്റ് ഗവൺമെൻറ് ആക്ഷൻ അഫക്ട്സ് ഡീപ്ലി the society deeply, they affects the lives of the people deeply, and therefore people are very much interested in the government decisions. അപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യവും വ്യക്തവുമായ ഒരു തീരുമാനം, ഒരു നമുക്കതിനെപ്പറ്റി ഒരു ബോധ്യം, ഒരു ധാരണ നമുക്കുണ്ടാവണം. അതാണ് പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് അറിയണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ജനങ്ങളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ചില അസോസിയേഷൻസ് ഉണ്ടാക്കും, ചിലപ്പോൾ ക്യാമ്പയിൻസ് ഉണ്ടാക്കും, ചിലപ്പോൾ അവർക്ക് ചില ഡിമാൻഡ് ഉണ്ടാകും. ഒരു തീരുമാനമെടുക്കുന്നത്, ഇപ്പോൾ അമേരിക്കയിൽ ദുബെ പറഞ്ഞത്, പീപ്പിൾ ആർ മേക്കിംഗ് ഡിമാൻഡ്സ്, ജോർജ് ഫ്ലോയിഡിന് നീതി കിട്ടണം എന്നാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ മേക്കിംഗ് എ ഡിമാൻഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി റോങ് ഡിസിഷൻ ടേക്കൺ ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സർക്കാർ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന എല്ലാ ആ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ദാറ്റ് ഈസ് ബ്യൂറോക്രസി ഉൾപ്പെടെ. ബ്യൂറോക്രസി എന്നാണ് അതിന് പറയുന്നത്, ഉദ്യോഗസ്ഥ വൃന്ദം. ആ ഉദ്യോഗസ്ഥ വൃന്ദം ഉൾപ്പെടെ എല്ലാവരും കൂടിയതാണ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിലെ ഒരു ഘടകമായ ഒരു പോലീസുകാരൻ്റെ തീരുമാനം തീർച്ചയായും ആ സമൂഹത്തെ മുഴുവൻ ബാധിച്ചു. അതുകൊണ്ട് അവർ ദേ ആർ മേക്കിംഗ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇഫ് ദി ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് എ ഡിസിഷൻ വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ദി വെൽഫെയർ ദി പീപ്പിൾ വിൽ പ്രൊട്ടസ്റ്റ്. വളരെയേറെ ഉദാഹരണം നമുക്കുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി, പശ്ചിമഘട്ടത്തെ പറ്റി നമ്മുടെ ഇവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ടായി, നമുക്കറിയാം. അപ്പോൾ ഡിമോൺസ്ട്രേഷൻസ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ ഉപവാസമായിരിക്കാം, ചിലപ്പോൾ സത്യാഗ്രഹമായിരിക്കാം, അതൊക്കെ എടുക്കുന്നത് ഗവൺമെൻറ് പോളിസിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ നയത്തിലേക്ക് അവരെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും, കൂടുതൽ ക്ഷേമകരമായ തീരുമാനം. അതുകൊണ്ട് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. ഇപ്പോൾ ജനങ്ങൾക്ക് വാട്ട് ഈസ് ജസ്റ്റ്, വാട്ട് ഈസ് റീസണബിൾ, വാട്ട് ഈസ് ഡിസയറബിൾ, വാട്ട് ഈസ് ഫെയർ എന്നുള്ളതിനെപ്പറ്റി കൃത്യവും വ്യക്തവുമായ തീരുമാനങ്ങളുണ്ട്. പലർക്കും പല തീരുമാനം, കമ്മ്യൂണിസ്റ്റുകാരുടെ തീരുമാനമായിരിക്കില്ല കോൺഗ്രസ്സുകാരുടെ തീരുമാനം. അപ്പോൾ ദേ ഡിഫർ ഇൻ, ബട്ട്
they have their decisions with regard to they have different visions. പല വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇത് സൊസൈറ്റിക്ക് മൊത്തം ബാധകമാണ്. സമൂഹത്തിന്, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് മൊത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ നെഗോസിയേഷൻസും മറ്റ് കാര്യങ്ങളും, അതായത് ഗവൺമെൻറ്റുമായിട്ട് നെഗോസിയേഷൻസോ ഡെമോൺസ്ട്രേഷൻസോ ഒക്കെ നടക്കുന്നത് എല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അൾട്ടിമേറ്റ്ലി വാട്ട് ദേ വാണ്ട് ഈസ് ടു ഇൻക്രീസ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ആൻഡ് ദെയർഫോർ ദേ ഹാവ് ടു ടേക്ക് എ കളക്റ്റീവ് ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ദിസ് ഇൻക്രീസ് ഇൻ ദി വെൽഫെയർ. അതുകൊണ്ട് ഈ അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾക്ക് എടുപ്പിക്കാൻ സാധിക്കുന്നത്. അതിനാൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയെപ്പറ്റി, പൊളിറ്റിക്കൽ ഡിസിഷൻസിനെ പറ്റി, പൊളിറ്റിക്കൽ കൺസെപ്റ്റ്സിനെ പറ്റി വ്യക്തവും കൃത്യവുമായൊരു ധാരണ നമുക്കുണ്ടാകണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് എന്ന് പറയുന്നതിനെപ്പറ്റി ഒരു ധാരണ നമുക്ക് കൃത്യമായിട്ടുണ്ടാകണം. അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. ഗവൺമെൻറ്റാണ് ഒരു സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിന് ഏർപ്പെടുന്ന ഒരു വ്യവസ്ഥിതി എന്നുള്ളതിനാണ്. ഇനിയും അടുത്ത കാര്യങ്ങൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പൊളിറ്റിക്കൽ തിയറിയിൽ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ പറയാം. താങ്ക് യു വെരി മച്ച്.